ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചതിന് പിന്നാലെ സീപ്ലെയിൻ പദ്ധതിയിലും വനംവകുപ്പ് ആശങ്ക അറിയിച്ചത് ടൂറിസം മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാകുമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആനയിറങ്കലിലെ ബോട്ടിംഗ് നിരോധിച്ചത്. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് കുതിപ്പേകുന്ന സീപ്ലെയിൻ പദ്ധതി വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. പരമ്പരാഗത ആനത്താരകളിൽ പദ്ധതി നടപ്പാക്കുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം കൂട്ടുമെന്ന കണ്ടെത്തലുമുണ്ട്. സമാനമായ നിലപാടാണ് ആനയിറങ്കലിലും വനം വകുപ്പ് സ്വീകരിച്ചത്. അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരം 2023 ജൂലൈ 14 ആനയിറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിരോധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത്. പിന്നീട് പലതവണ കേസ് പരിഗണിച്ചെങ്കിലും ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനമായില്ല. ആനകൾ ബോട്ടിന്റെ ശബ്ദത്തോടുകൂടി വിരളുന്നതായിട്ടും കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടുന്നതായിട്ടും ഒക്കെയാണ് വനംവകുപ്പ് പറയുന്നതെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ആനയിറങ്കൽ മാത്രമായി കേന്ദ്രീകരിച്ച് കാണിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു പ്രത്യേക ലോബി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്നാണ് പറയാൻ സാധിക്കുന്നത്. കാരണം ഇതേ അവസ്ഥ തന്നെയാണ് തേക്കടി ജലാശയത്തിലെ ബോട്ടിങ്ങിനും മാട്ടുപ്പെട്ടി ഡാമിലെ ബോട്ടിങ്ങിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും വന്യമൃഗങ്ങളുണ്ട്. ബോട്ടിംഗ് നടക്കുന്ന സമയത്ത് ആനകളെ കാണാനും അതുപോലെ മറ്റു മൃഗങ്ങളെ കാണാനുമുള്ള സാഹചര്യമുണ്ട്. 2 സ്പീഡ് ബോട്ടുകൾ, ഒരു പൊന്റൂൺ ബോട്ട്, 4 പെഡൽ ബോട്ടുകൾ, 7 കുട്ടവഞ്ചികൾ, 10 കയാക്കിംഗ് വഞ്ചികൾ എന്നിവയാണ് ആനയിറങ്കലിൽ സർവീസ് നടത്തിയിരുന്നത്. ബോട്ടിംഗ് നിലച്ചതോടെ സഞ്ചാരികളുടെ എണ്ണത്തിലും വരുമാനത്തിലും ഗണ്യമായ കുറവുണ്ടായി. ജീവനക്കാരും പ്രതിസന്ധിയിലായി. ഡെയിലി 500 ആൾക്കാർ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പൊ ബോട്ടിംഗ് ഇല്ലാതെ കൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര നിരാശയാണ്. ജീവനക്കാരും അതുപോലെ ജോലിയില്ലാത്ത അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. അതുപോലെ ഇവിടെ കടയൊക്കെ ഉണ്ട്, സ്പൈസസ്, ടീ, കോഫി അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട്. അതെല്ലാം ഇപ്പോൾ പ്രവർത്തനത്തില്ല. അവർക്ക് ഭയങ്കര നഷ്ടമാണ്. വന്യജീവികളെ ബാധിക്കാത്ത വിധം സോളാർ ബോട്ടടക്കമുള്ള പരിസ്ഥിതി സൗഹാർദ്ദ ടൂറിസം പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് ഹൈഡൽ ടൂറിസം അധികൃതർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വനം വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് ടൂറിസം സെന്ററുകൾക്ക് പ്രവർത്തനാനുമതി നൽകണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. മീഡിയ 1 ഇടുക്കി.